വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ കെച്ചപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കൊണ്ടുവരാം കേട്ടോ. തൊലി കളഞ്ഞ തക്കാളി നമുക്ക് ചെറിയ പീസസ് ആക്കാം. എല്ലാം ഇപ്പോൾ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചതച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഒരു 4-5 കറിയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുക്കറിൽ തന്നെ വേവിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇത് മാത്രം മാറ്റി കളയാം. കരയാമ്പു ഞാൻ എടുത്തൊന്ന് മാറ്റുവാണേ. ഇപ്പൊ നമുക്ക് കരയാമ്പ് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ കരയാമ്പ് അരച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിത് അരയ്ക്കാനേ പോകണം. അപ്പൊ കരയാമ്പ് അരച്ചാൽ വല്ലാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് മെയിനായിട്ട് എൻ്റെ മോന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവന് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. കരയാമ്പൂ ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മള് 5 അല്ലേ ഇട്ടത്? വേറെ എന്താന്ന് നോക്കട്ടെ. ഇപ്പൊ വേറെ ഇല്ല. ഓക്കെ. അപ്പൊ ഇത് ആറി കഴിയുമ്പോ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് അരച്ചെടുക്കാം. അരിച്ചെടുക്കാട്ടോ. അരിച്ചു വേണം ഇത്. കാരണം അരയാതെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഇതിൻ്റെ കുരു അങ്ങനെയൊക്കെ കിടക്കണ്ടെങ്കിൽ അറിയാം. നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം, ഒരു കളറിന്. കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കാശ്മീരി അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഇതിന്റെ പകുതി മതി. ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. പകുതിയും കൂടി എടുത്തില്ല. എടുത്തതിന്റെ പകുതി പോലും ഞാൻ എടുത്തില്ല. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കളറിനും ഒരു എരിവിനും ഒക്കെ വേണ്ടിയിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കളർ കിട്ടിയില്ലെന്ന് കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ട വരുമായിരിക്കും. നോക്കട്ടെ. കുഴപ്പമില്ലേ, കളർ വരുമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്.
അതിൻ്റെ കുറച്ചുള്ളൂ. ഇത്രേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. എനിക്കൊരു കൈക്കണക്കാണ്. നിങ്ങൾക്ക് എന്തോരം മധുരം വേണമെന്ന് വെച്ചാൽ അത്രയും മധുരം ഇട്ട് കൊടുക്കാം. പുളിക്ക് വേണ്ടി ഞാൻ ഒരു 2 തുള്ളി നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അത്രേ ഒഴിച്ചു കൊടുത്തോളൂ. എന്താ പറയാ, ഒരു 3 തുള്ളി അല്ലെങ്കിൽ ഒരു 4 തുള്ളി അത്രേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഉപ്പൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി വേണം അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ ക്വാണ്ടിറ്റി എൻ്റെ ആരും ഇതാക്കണ്ട. കാരണം ഞാനിത് ഒരു നേരത്തേക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുക. ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കൊടുക്കണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കും, അല്ലെങ്കിൽ അപ്പം തന്നെ ഉള്ളൊരു ഡിപ്പ് അതുപോലെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കും. കൂടുതലായാൽ തന്നെ 2-3 പ്രാവശ്യം യൂസ് ചെയ്യാവുന്ന അത്രേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ. നമ്മുടെ പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, ഇതിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ. കുറച്ചുകൂടി നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടാം. ഇത് എൻ്റെ മോൻ എരിവുണ്ടെങ്കിൽ കൂട്ടത്തില്ല. കാശ്മീരി ആയിരുന്നെങ്കിൽ നമുക്ക് കൂടുതലിടാം. ഇപ്പൊ എൻ്റെ മോൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ നാളെ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കും. അപ്പൊ നല്ല ആറിയിരിക്കും, അങ്ങനെ നല്ല കുറുകിയൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ എൻ്റെ മോന് ഇന്നാണ് സ്കൂൾ തുറന്നത്. അപ്പൊ ഇന്ന് അവനെ ഡിപ്പ് ചെയ്യാനായിട്ട് ഞാൻ സ്നാക്ക് ഉണ്ടാക്കി. അപ്പൊ ആ സ്നാക്കിന് ഡിപ്പ് ചെയ്യാനായിട്ട് വേണ്ടി ഉണ്ടാക്കിയതാണത്. റെഡി. ഇപ്പൊ അവന്റെ കേസിൽ ഇതിപ്പോ 2 നേരം ഉണ്ടോ, 2 നേരത്തേക്ക് ഉണ്ട്. ചെറിയ കുട്ടിയാണ്, അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതലിടാം. ഉപ്പ് ആണ് മുന്നിട്ട് വെക്കേണ്ടത്, എരിവാണ്, പുളിയാണ്, ഇത് എന്താണോ നിങ്ങൾക്ക് ആവശ്യം. ഇതാണ് അതിന്റെ എന്താണ് ബേസിക്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.